ഇനി കോട്ടയത്തെ കാര്യം, കോട്ടയത്തെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് തുടരുകയാണ്. കിഴക്കൻ വെള്ളത്തിന്റെ വരവിനൊപ്പം ഇടയ്ക്ക് മഴ കൂടി പെയ്യുന്നതാണ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത്. ഇല്ലിക്കൽ വേളൂരിൽ നിന്നും മറ്റു വിവരങ്ങൾ ഷിനോജ് പറയും. അതിശക്തമായ മഴ കോട്ടയം ജില്ലയിൽ നിലവിൽ ഒരിടത്തും തന്നെ പെയ്യുന്നില്ല. അതേസമയം തന്നെ ചെറിയ രീതിയിലുള്ള മഴ ഇടവിട്ട് പലയിടങ്ങളിലുമൊക്കെ തന്നെ പെയ്യുന്നുണ്ട്. എന്തായാലും ജില്ലയിൽ ഏറ്റവും ദുരിതമായി മാറിയിരിക്കുന്നത് പടിഞ്ഞാറൻ മേഖലകളിലെ കോട്ടയം നഗര മേഖലകളിലൊക്കെ തന്നെ വെള്ളക്കെട്ടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം വേളൂരാണ്. ഈ പ്രദേശമൊക്കെ തന്നെ ഇന്നലെ വരുന്ന സമയത്തൊക്കെ തന്നെ ഇത്രയും വെള്ളമില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരടി കൂടി വെള്ളം ഉയർന്നിട്ടുണ്ട്. പലയിടങ്ങളിലുമൊക്കെ തന്നെ അതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നത്. ഇപ്പം നല്ലപ്പോഴാണ് ഇത്രയും വെള്ളം വന്നത്. ഇത് ഇന്നലെ ഒന്നും മഴ പെയ്തില്ലെങ്കിലും ഇന്നും രാവിലെ വെള്ളം കൂടുതലാണ്. ഇല്ല, മാറുന്നില്ല. നല്ല ഒഴുക്കുണ്ട്. കിഴക്കൻ വെള്ളം വലിയ ഒഴുക്കോട് കൂടിയാണ് ഈ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് എത്തുന്നത്. അത് വീടിനുള്ളിലേക്ക് കയറി ജനങ്ങൾക്കുണ്ടാക്കുന്ന ദുരിതവും വലുതാണ്. എപ്പോഴാണ് വെള്ളം കയറിയത്? മിനിയാന്ന് രാത്രി 11 മണിയായപ്പോൾ. പകലൊക്കെ കുറേശ്ശെ ഉണ്ടായിരുന്നു. രാത്രി 11 ആയപ്പോൾ തൊട്ട് 1:30 ആയപ്പോൾ തൊട്ട് മുഴുവൻ കയറി. അതിലൊക്കെ ഇന്ന് 2 ദിവസത്തേക്ക് അതിലും വലിയ കൂടുതലാണ് ഇപ്പോൾ. നമുക്ക് ആദ്യമുള്ള സംഭവമാണ് ഇത്. ആദ്യമായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര വിഷമമെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇത്രയും പ്രായമായവരല്ലേ, അപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ നമ്മളെക്കാൾ അനുഭവിക്കുന്നവരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കൊന്നും അല്ലെന്ന് ഒരു ഭക്ഷണം ഞങ്ങൾ വെള്ളത്തിനകത്ത് വെക്കും. വേറെ വഴിയില്ല. വെള്ളം മേടിക്കാൻ പോകണമെങ്കിൽ വണ്ടിയില്ലല്ലോ, ടൗണിൽ പോകണ്ടേ. അത് കാരണം പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ നോക്കും. കോട്ടയത്താകെ 114 ക്യാമ്പുകളിലായി 3714 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. എന്തായാലും നിലവിൽ തെളിഞ്ഞ ആകാശമാണ്. മഴ ഇങ്ങനെ ശക്തമായി പെയ്യാതെ മാറി നിൽക്കുകയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ വെള്ളം ഒഴുകിപ്പോകും എന്ന പ്രതീക്ഷയിലാണ് കോട്ടയംകാരൊക്കെ തന്നെ ഉള്ളത്. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ് ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.